3 വിധമാണ് സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് പുസ്തകങ്ങൾ പരിഗണിക്കാൻ നമ്മൾ കാണുന്നു. ഇത് പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുമ്പോൾ പുരസ്കാരത്തിന് പുസ്തകം എഴുത്തുകാർക്കും പ്രസാധകർക്കും അയച്ചു നൽകാം. അതൊരു രീതിയാണ്. എല്ലാ പ്രസാധകരും എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കോപ്പി അക്കാദമി ലൈബ്രറിക്ക് അയക്കും എന്ന് നമ്മൾ കാണുന്നു. അക്കാദമിയുടേത് റെപ്പോസിറ്ററി ലൈബ്രറി ആയതുകൊണ്ട് ഇപ്രകാരം പുസ്തകം അയക്കണം എന്നതാണ് നമ്മൾ കാണുന്നത്. പ്രസാധകർ എത്തിക്കാത്ത പുസ്തകങ്ങൾ അക്കാദമി വിലക്ക് വാങ്ങി പുസ്തക ശേഖരത്തിൽ ചേർക്കും എന്ന് നമ്മൾ കാണുന്നു. ലൈബ്രറിയിൽ നിന്ന് ശ്രദ്ധേയ പുസ്തകങ്ങൾ പുരസ്കാരത്തിന് അവർ സ്വമേധയാ പരിഗണിക്കും എന്ന് നമ്മൾ അറിയുന്നു. ചുരുക്കപ്പട്ടിക നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? വിവിധ മേഖലകളിൽ നിന്നുള്ള വായനക്കാരുടെ ഒരു സമിതിയാണ് ഈ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നത്, അവാർഡിന് വേണ്ടിയുള്ളത് എന്നാണ് നമ്മൾ അറിയുന്നത്. സമിതി അംഗങ്ങളും പരിഗണിക്കണം എന്ന് തോന്നുന്ന പുസ്തകങ്ങൾ അവരുടേതായിട്ട് ഈ പട്ടികയിൽ ചേർക്കും. സമിതി അംഗങ്ങൾ കൂടിയാലോചിച്ച് പുസ്തകങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യുക. അതാണ് രീതി. ഓരോ വിഭാഗത്തിലും 10 പുസ്തകങ്ങൾ വീതം 10 അംഗ സമിതി തിരഞ്ഞെടുക്കും എന്നും നമ്മൾ അറിയുന്നു. ഷോർട്ട് ലിസ്റ്റിംഗ് സമിതി തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ 3 അംഗ ജൂറിയാണ് പിന്നീട് പരിഗണിക്കുക. ഷോർട്ട് ലിസ്റ്റിംഗ് സമിതിയെയും ജൂറിയെയും തിരഞ്ഞെടുക്കുന്നത് അക്കാദമി പ്രസിഡന്റാണ് എന്നും നമ്മളിപ്പോൾ അറിയുന്നു. 3 ജൂറി അംഗങ്ങളും പരസ്പരം അറിയുകയില്ല. അവർ ഇടുന്ന മാർക്ക് അക്കാദമി ഓഫീസാണ് കൂട്ടിയിട്ട് പുരസ്കാരത്തിനായിട്ട് ഉള്ള അന്തിമ തീരുമാനം എടുക്കുക. ഫെലോഷിപ്പ്, മറ്റ് പുരസ്കാരങ്ങൾ മാത്രം അക്കാദമി ബോർഡ് ഏകകണ്ഠമായി തീരുമാനിക്കും എന്നതാണ് നമ്മൾ കാണുന്നത്.